ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ സംസ്ഥാന അവാർഡ്, കേരള സംസ്ഥാന ഫിലിം അവാർഡ് പുറത്തു വരാൻ പോകുന്നു. നവംബർ 1-നാണ് ആ ദിനമെന്നുള്ളതാണ് ഇന്ന് വരുന്ന അപ്ഡേറ്റുകൾ. ഇന്നലെ വരെ നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഒരു ദിവസം കൂടെ മാറുന്ന കാഴ്ച. അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2024 മികച്ച നടന്മാർക്കും നടിമാർക്കുമൊക്കെയുള്ള അവസാന റൗണ്ടിൽ ആരൊക്കെ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം റിപ്പോർട്ടർ പോലെയുള്ള ചാനലുകൾ പുറത്തു വിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുന്നോടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ മിനിമം ഒരു 25,000 പേരെങ്കിലും കാണണമെന്നുള്ള ആഗ്രഹം, ഒപ്പം കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുക കൂടെ ചെയ്യുന്നു. അതെ, സംസ്ഥാന അവാർഡ് ഇതാ നവംബർ 1-ാം തീയതി വരുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതിനകത്തിൽ ഗംഭീര മത്സരമാണ് വരുന്നത്. ആദ്യം മമ്മൂട്ടി, മോഹൻലാൽ, ആസിഫ് അലി, ടൊവിനോ തുടങ്ങിയ ഈ 4 പേരാണ് ഈ ഒരു ദിനത്തിൽ ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നതായിട്ട് വരുന്നത്. അതുകൂടാതെ നമുക്ക് മികച്ച ആക്ട്രസുകളുടെ പേരുകൾ വരികയാണെങ്കിൽ നമുക്ക് കനി കുസൃതി, ദിവ്യപ്രഭ, അതേപോലെ തന്നെ അനശ്വര രാജൻ, അതുപോലെ നസ്രിയ, ഇത്രയും പേരാണ് ഫൈനൽ റൗണ്ടിൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് റിപ്പോർട്ടർ ചാനലുകളുമൊക്കെ പുറത്തു വിട്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. എന്താണെങ്കിലും ഒരു കാര്യം രസകരമായ നമ്മളൊരു പോസ്റ്ററിനകത്ത് നമ്മൾ കാണിച്ചു തന്നു. വേറെ ഒന്നുമല്ല, അങ്ങനെ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു അവാർഡ് നേടണമെന്നെങ്കിൽ ആദ്യം നിങ്ങൾ മുട്ടേണ്ടത് മമ്മൂക്കയോടാണ് എന്നുള്ളതാണ്. ശരിയാണ്, കഴിഞ്ഞ 3 വർഷങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു, പാറ പോലെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നു. 50%-ൽ അങ്ങനെ ലീഡ് ചെയ്ത് മമ്മൂട്ടി. കാരണം മമ്മൂട്ടിയോടൊപ്പമാണ് ബാക്കിയുള്ളവർ മത്സരിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് 2022-ലാണേലും 2023-ലാണേലും 2024-ലാണേലും ഇങ്ങനെ തന്നെ സംഭവിച്ചു. ഇനി 2025-ലും കാര്യങ്ങൾ മാറ്റമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അടുത്ത സിനിമയുമായി മമ്മൂട്ടി കളം നിറഞ്ഞാടാൻ വന്നിട്ടുണ്ട്. അതാണ് കളങ്കാവൽ എന്ന ചിത്രം. അങ്ങനെ തുടർച്ചയായി 4 വർഷവും മമ്മൂട്ടിയോട് മത്സരിക്കേണ്ട ആവശ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇതിനകത്തിൽ ഓരോരുത്തരുടെയും സാധ്യതകളിൽ നമുക്ക് ലഭിക്കുന്നതനുസരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ സാധ്യത ഈ 4 നടന്മാരിലുള്ളത് ടൊവിനോയ്ക്കാണ്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നു കട്ടയ്ക്ക് 3 പേര്, മോഹൻലാൽ, മമ്മൂട്ടി, അതേപോലെ തന്നെ ആസിഫ് അലി നിറഞ്ഞു നിൽക്കുന്നു. ഇതിനകത്തിൽ തന്നെ ആസിഫ് അലി 4ഓളം ചിത്രങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും ഓരോ ചിത്രങ്ങൾ വീതമായി മത്സരിക്കുന്നു. ഇതിലേറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ നമുക്ക് കാണാൻ കഴിയുന്നത് ആസിഫിനും അതേപോലെ മമ്മൂട്ടിക്കും തന്നെയാണ്. അതിൽ തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച പെർഫോമൻസ്, മലയാള സിനിമയുടെ ഏറ്റവും വലിയ പെർഫോമൻസ് ആയിട്ടുള്ള ചിത്രത്തിന് തന്നെയാണ്, അതായത് ഭ്രമയുഗത്തിന് തന്നെയാണ് കൂടുതലും പ്രേക്ഷകർ വോട്ട് നൽകുന്നതും ആളുകളെല്ലാം തന്നെ സംസാരിക്കുന്നതും. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. എന്ന് വെച്ച് ബാക്കിയുള്ളതെല്ലാം മോശമെന്നൊന്നുമല്ല. അതേപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിജയരാഘവനെ ഏറെയും ജനങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ ടൊവിനോയ്ക്കും ആസിഫ് അലിക്കും മുകളിൽ അല്ലെങ്കിൽ മോഹൻലാലിനും മുകളിൽ ആളുകൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേര് കൂടിയാണ്. ഇനി നടിമാരുടെ കാര്യത്തിലേക്ക്, മികച്ച നടി ആര് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് 4 ഉത്തരങ്ങളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നസ്രിയ, അതേപോലെ തന്നെ അനശ്വര, ദിവ്യപ്രഭ, അതേപോലെ തന്നെ കനി കുസൃതി. ഇതിനകത്തിൽ ഒരു ചിത്രത്തിലൂടെ തന്നെയാണ് കനി കുസൃതിയും ദിവ്യപ്രഭയും മത്സരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ 2 പേരുടെയും അതിഗംഭീരമായിരുന്ന പ്രകടനമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ അനശ്വരയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അനശ്വരയുടെ അഭിനയം നേര് പോലെ അതിനു മുമ്പുള്ള കഴിഞ്ഞ വർഷത്തെ സിനിമ, ആ ഒരു സിനിമ വിജയിക്കുന്നതിൻ്റെ 99% അനശ്വരയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. മോഹൻലാൽ എന്ന ബ്രാൻഡിനെ യൂസ് ചെയ്ത് ഗംഭീര വിജയം കൊയ്യാൻ അതിനകത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത് അനശ്വര തന്നെയാണ്. അതുകൂടാതെ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ദിവ്യപ്രഭയുടെയും അതേപോലെ കനി കുസൃതിയുടെയും പ്രകടനം തന്നെയാണ്. ആ ഒരു പ്രകടനം നമ്മൾ ഞെട്ടിക്കുക തന്നെയാണ്. ഓൾ ദാറ്റ് വി ഇമാജിൻ ആർ ലൈറ്റ് എന്നുള്ളത് പിന്നീട് നസ്രിയയാണ്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ കമൻസിലൂടെ അടിച്ച് കയറി ആരായിരിക്കും ഈ പ്രാവശ്യം സംസ്ഥാന അവാർഡ് കൊണ്ടുപോകുന്ന, ഇനി ആരെങ്കിലും 2 പേര് ഷെയർ ചെയ്യുമോ, ഇതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.